ഹരി ഓം. ഏവർക്കും ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ എസ് ദേവനന്ദു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ജന്മസംഖ്യ 7ൻ്റെ പൊതുഫലമാണ്. അപ്പോൾ ജന്മസംഖ്യ 7, ആരൊക്കെയാണ് ജന്മസംഖ്യ 7 ജനിച്ചവർ? ഏതൊരു മാസത്തിലും 7-ാം തീയതി ജനിക്കുന്നവരുടെ ജന്മസംഖ്യ എന്ന് പറയുന്നത് 7ആണ്. 16-ാം തീയതി ജനിക്കുന്നവരുടെ ജന്മസംഖ്യ എന്ന് പറയുന്നത് 7ആണ്, 1+6. 25-ാം തീയതി ജനിക്കുന്നവരുടെ ജന്മസംഖ്യ എന്ന് പറയുന്നത് 7ആണ്, 2+5 അല്ലേ? അതുപോലെ തന്നെ ഇവരെ ആധിപത്യം ചെയ്യുന്ന ഗ്രഹം എന്ന് പറയുന്നത് കേതുവാണ്. ഇവരുടെ സംഖ്യ, ജന്മസംഖ്യ എന്ന് പറയുന്നത് 7ആണല്ലോ അല്ലേ? 7 എന്ന് പറഞ്ഞ സംഖ്യയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് അല്ലേ? ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ 7 സ്റ്റേജസ് ആയിട്ട് നമുക്ക് സിംബിളൈസ് ചെയ്യാം അല്ലേ? അല്ലെങ്കിൽ 7 സിറ്റുവേഷൻസ് ആയിട്ട് നമുക്ക് സ്റ്റേജസ് അല്ല 7 സിറ്റുവേഷൻസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ മ്യൂസിക്കൽ ട്യൂണിൻ്റെ അകത്ത് 7 സിലബസ് ആയി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ലൈറ്റിൻ്റെ അകത്ത് 7 കളേഴ്സായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരാഴ്ചയിലായാലും 7 ദിവസങ്ങളാണ് ഉള്ളത്. അതുപോലെ നമ്മൾ ഒക്കേഡ് സയൻസിലായാലും മന്ത്രാസിലായാലും താന്ത്രിക മാറ്റേഴ്സിലായാലും 7 തന്നെ സംഖ്യയ്ക്ക് ഒരു സിഗ്നിഫിക്കൻസ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ 7 എന്ന് പറയുന്ന സംഖ്യയ്ക്ക് അതിനനുസരിച്ചുള്ള പ്രാധാന്യം എന്താണ് കൽപ്പിച്ചിട്ടുള്ളതാണ്. ഇവർക്കൊരു എന്താണ് സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒരു മുൻഗണനയൊക്കെ ഉള്ളവരായിട്ട് കാണാൻ പറ്റും നമുക്ക്. ഇവർ ശരിക്കും സൗന്ദര്യം ആസ്വദിക്കുന്നവരൊക്കെ ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ സൗന്ദര്യധാരികൾ, ഇവരുടെ വസ്ത്രധാരണകൾ എന്ന് പറയുന്ന ഒരു ലഘുവായിട്ടുള്ള വസ്ത്രധാരണങ്ങളൊക്കെ ആയിട്ടാണ് പൊതുവെ കാണാറുള്ളത്. ഒത്തിരി ആർഭാടം നിറഞ്ഞൊരു വസ്ത്ര രീതിയായിട്ട് കാണാറില്ല. ഇപ്പം നമ്മൾ പറയുമെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് ഇപ്പം സ്ത്രീധനം അങ്ങനെ ഇല്ലെങ്കിൽ പോലും പണ്ടുള്ള കാലത്തായാലും എനിക്ക് സ്ത്രീധനം വേണ്ടാതെ ഞാൻ എന്താണ് ആ പെൺകുട്ടിയെ കെട്ടിക്കൊള്ളാം എന്ന് പറയുന്നവർ, അല്ലെങ്കിൽ എനിക്ക് സ്ത്രീധനം വേണ്ട എന്ന് തീർത്ത് പറയുന്ന, അതായത് മനസ്സാൽ പറയുന്നവർ ജന്മസംഖ്യ 7 ജനിച്ചവരായിട്ടാണ് പറയുക. അത്രയും എന്താണ് അങ്ങനത്തെ ഒരു കാര്യത്തിനോടൊന്നും അത്ര വലിയ മോഹം കാണാറില്ല എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഈ ജന്മസംഖ്യ 7ൻ്റെ മറ്റൊരു പ്രത്യേകത അല്ല മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇവർക്ക് ഒരു കാര്യത്തിൽ ഇവർ ഇറങ്ങി ആ ഒരു കാര്യം ഇവർ നടത്തിയെടുക്കുന്നു. ഒരു പൊളിറ്റിക്കൽ മാറ്റേഴ്സിലൊക്കെ ആയാലും ഇവർ തുടക്കക്കാലത്ത് കുറച്ച് നാളും സജീവമായിട്ട് ഈ അങ്ങനത്തെ പൊതുവചന അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടുമെങ്കിലും കാലക്രമേണ അത് നിന്നു പോകുന്നതൊക്കെ ആയിട്ട് കാണാറുണ്ട്. കണ്ടിന്യൂ അത് ചെയ്യാറില്ല. ഇവരുടെ ശരീരത്തിലായാലും മുറിവുകളും ചതവുകളൊക്കെ ഉണ്ടാവുമെങ്കിൽ പോലും വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മരണം അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊന്നും ഇവരങ്ങനെ പോവാറില്ല എന്നുള്ളതാണ് കാണാൻ വെച്ചാൽ, മരണമില്ലാത്തതിനല്ല, ഈ രാഷ്ട്രീയ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇറങ്ങി ആ രീതിയിൽ അങ്ങനെ ജന്മസംഖ്യ 7 ഉള്ളവരെ അങ്ങനെ കാണാറില്ല. അതിൻ്റെ മുമ്പായിട്ട് അവർ നിർത്തി പോകുന്നതൊക്കെയായിട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെ നോക്കുക, ജന്മസംഖ്യ 7 ഉള്ളവരെടുത്ത് പറയാമെങ്കിൽ ഇവർക്ക് വരുമാന കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് അത്രയും വലിയ മേന്മ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ആവറേജ് ലെവൽ എന്ന് പറയാം. ഇവർക്കൊരു കാര്യമൊക്കെ പറയുമ്പോൾ ഉറച്ച തീരുമാനത്തിൽ പറയുന്നവരായിട്ട് കാണാറുണ്ട്. ജന്മസംഖ്യ 7 കുറച്ച് പൊക്കം കൂടിയവരായിട്ടൊക്കെയാണ് പറയാറുള്ളത്. പക്ഷേ എല്ലാത്തവരും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ജന്മസംഖ്യ 7 പൊക്കം കുറഞ്ഞവരും ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു മീഡിയം ലെവലിലൊക്കെ ഉള്ളവരും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ തീർത്ത് പറയാനില്ല. പക്ഷേ പറയുമ്പോൾ എങ്ങനെയാണ് പറഞ്ഞത്, ഇച്ചിരി പൊക്കമുള്ളവരായിട്ടാണ് ജന്മസംഖ്യ 7 പറയുക. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഈ ജന്മസംഖ്യ 7 മറ്റുള്ളവരുമായിട്ട് സംസാരിക്കാനൊക്കെ നല്ല കപ്പാസിറ്റി ഉള്ളവർ തന്നെയാണ്. പക്ഷെ ഇവരുടെ സംസാര രീതി എന്ന് പറയുമ്പോൾ കുറച്ച് വേറൊരു തരത്തിലുള്ള സംസാരമായിരിക്കും. ഓക്കെ, നമ്മൾ ഇത്ര നാൾ സംസാരിച്ച ആളുകൾ, അല്ലെങ്കിൽ ഇത്ര നാളും പറഞ്ഞ ജന്മസംഖ്യക്കാരെ പോലെയല്ല. ഇവരുടെ സംസാര രീതി എന്ന് പറയുമ്പോൾ വേറൊരു രീതിയിലോ വേറൊരു വീക്ഷണത്തിലോ സംസാരിക്കുന്നവരാണ് ഇവരെന്ന് പറയുന്നത്. അതുപോലെ ഒരു കാര്യത്തിൽ ഇറങ്ങുമ്പോൾ, ഒരു കാര്യത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാലും മറ്റുള്ളൊരു 10 പേരുടെ ഗ്രൂപ്പിലുണ്ടെങ്കിൽ 9 പേരും സംസാരിക്കുന്ന ഒരു വീക്ഷണത്തിലായിരിക്കും. ഇവരതിൻ്റെ മറ്റൊരു സൈഡിൽ പോയി അല്ലെങ്കിൽ മറ്റൊരു വീക്ഷണകോണിൽ നിന്നും ചിന്തിച്ച് അത് സംസാരിക്കുന്നവരായിട്ടാണ് കാണാറുള്ളത് ജന്മസംഖ്യ 7. വേറൊരു വീക്ഷണകോണിൽ നിന്ന് നോക്കുന്നവരാണ്. ഇവർക്ക് ശരിക്കും ആത്മാർത്ഥമായിട്ടുള്ള സുഹൃത്തുക്കളൊക്കെ വളരെ കുറവായിരിക്കും. കാരണം പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു പ്രകൃതിയായിട്ടാണ് കാണുന്നത് ജന്മസംഖ്യ 7. സോ അത്ര ആത്മാർത്ഥമായിട്ടുള്ള സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ അത്രയും കുറവായിരിക്കും. ഓക്കെ, പലർക്കും ഇതില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഇത്. പക്ഷെ എന്നിരുന്നാലും എന്താണ്, ചിലർക്ക് ആയാലും വെള്ളിലെണ്ണാവുന്ന ഒരളവ് മാത്രം ഉണ്ടാവുകയുള്ളൂ ശരിക്കും യഥാർത്ഥമായിട്ടുള്ള സുഹൃത്തുക്കളെന്ന് പറയാം. ഓക്കെ, കാരണം ഇവരുടെ ആ സ്വഭാവം തന്നെയാണ്. തുറന്ന് സംസാരിക്കും, തുറന്ന് പറയും. ഒരു കാര്യം ഇങ്ങനെ പറയാൻ ഒരു യാതൊരു മടിയൊന്നും ഉണ്ടാവാത്തവരാണ് ജന്മസംഖ്യ 7 എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ അല്ലെങ്കിൽ
കലാപരമായിട്ടോ എഴുത്ത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പ്രാവീണ്യമുള്ളവരായിട്ടാണ് എൻ്റെ ജന്മസംഖ്യ ഏഴുള്ളവരെ കാണാറുള്ളത്. അത്യാവശ്യം ആ ഫീൽഡൊക്കെ നിൽക്കുന്നവരായിട്ട് കാണാറുണ്ട്. പക്ഷേ ഇന്ന് ഇവർ കഷ്ടപ്പെടുന്ന കഷ്ടപ്പാട് കാണുമ്പോൾ മറ്റുള്ള ജന്മസംഖ്യക്കാരനും കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഇവർക്ക് അതനുസരിച്ചുള്ളൊരു മേന്മ ഇവരുടെ ജീവിതത്തിൽ കാണാറില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇവരുടെ അധ്വാനം അനുസരിച്ച് ഇവർക്ക് കുറച്ചുകൂടെ കൂടുതൽ ലഭിക്കേണ്ടതായിരുന്നു, പക്ഷെ അത് കിട്ടാറില്ല എന്നുള്ളൊരു ദുഃഖമായിട്ട് അല്ലെങ്കിൽ ദുഃഖം നിറഞ്ഞൊരു കാര്യം തന്നെയായിട്ടാണ് പറയാനുള്ളത്. അധികം പേരിൽ കാണുന്നതിലും അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് വരുന്ന ക്ലയൻസിലായാലും കൂടുതൽ പേര് നോക്കുമ്പോഴായാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഈ ഒരു കാര്യമാണ്. ഇവർ നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ടാവും, നല്ല രീതിയിൽ അധ്വാനിക്കുന്നുണ്ടാവും. ഓക്കെ, ചിലപ്പം കാണുന്നവർക്കൊരു കണ്ണീരിന് വെള്ളം വരുന്ന രീതിയിൽ ഇവർ അധ്വാനിക്കുന്നുണ്ടാവും. പക്ഷേ ഇവരുടെ ജീവിതത്തിൽ ഒരു മേന്മ ഉണ്ടാവുമെന്ന് അത്ര അങ്ങ് കാണാറില്ല എന്ന് തന്നെ പറയാം. ഓക്കെ, കാരണം ഇവരുടെ അധ്വാനത്തിനനുസരിച്ചുള്ള ഒരു മേന്മ ഒട്ടുമില്ല എന്നല്ല, ശരിക്കും ഇവരുടെ അധ്വാനത്തിൻ്റെ മറ്റുള്ളവർ കിട്ടുന്നതനുസരിച്ചാണെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ കിട്ടേണ്ടതാണ്. പക്ഷെ അവർക്ക് അത്ര കിട്ടാറില്ല എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത്. അതുപോലെ പലപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരാളെയായാലും പെട്ടെന്ന് ഇവരുടെ സംസാരത്തിൽ ഇവരുടെ സൈഡിലേക്ക് ചേർക്കാനൊക്കെ ഇവർക്ക് പറ്റും, അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇവരങ്ങനെ നോക്കാറില്ല, പക്ഷെ എന്താണ് അങ്ങനെ പറ്റുന്നവർ തന്നെയാണ് ജന്മസംഖ്യ ഏഴെന്ന് പറയുക കേട്ടോ. അതുപോലെ നമ്മൾ ഒരു ബിസിനസ് കാര്യങ്ങളിലേക്ക് സംസാരിക്കുമ്പോഴായാലും ഇവർ അത്രയും ആ ഒരു ഇതായിട്ട് നിൽക്കുന്നതൊന്നും കാണാറില്ല. ബിസിനസ് കാര്യങ്ങൾ ഇവരൊരു ഡ്യൂട്ടി എടുത്തു, ഇവരൊരു വർക്ക് ചെയ്തു, അത് പക്കയായിട്ട് ചെയ്ത് തീർക്കുന്നതൊക്കെ ആയിട്ട് കാണാറുള്ളത് കൂടുതലായിട്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവരുടെ ഒരു സംസാര രീതി എന്ന് പറയുന്നത് ശരിക്കും ഭയങ്കര ഹാസ്യം നിറഞ്ഞൊരു സംസാര രീതി ഒന്നായിരിക്കില്ല ഇവരുടെ എന്ന് പറയുന്നത്. കേൾക്കുന്നവർ ചിലപ്പം ഒന്ന് മനസ്സ് മടിപ്പിക്കുന്ന അല്ലെങ്കിൽ മടിക്കുന്ന വിധത്തിലുള്ള സംസാര രീതിയാകാനാണ് കൂടുതൽ സാധ്യത എന്ന് പറയാം. എന്നാൽ എല്ലാവരും അങ്ങനെയൊന്നുമല്ല, എന്നാലും ഭൂരിഭാഗം ആളുകളും അങ്ങനെ തന്നെയാണ് കാണാറുള്ളത് കേട്ടോ. അതുപോലെ തന്നെ ഇവരുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു റൂൾ അല്ലെങ്കിൽ ഒരു അടുക്കും ചിട്ടയുമായിട്ട് ഫോളോ ചെയ്ത് പോകുന്നവരെയൊക്കെ ആയിട്ട് കാണാറുണ്ട്. ഇവർക്ക് ശരിക്കും ഇപ്പം ഒരു നല്ലൊരു പേരുള്ള കുടുംബത്തിലാണ് ജനിച്ചതെങ്കിൽ പോലും അതിൻ്റെ ഒരു പുറമോടിൽ അത് പേര് മുമ്പിലിട്ട് അങ്ങനെ കൂടുതൽ ഇതായിട്ട് നടക്കുന്നവരായിട്ടൊന്നും കാണാറില്ല. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഓക്കെ കിട്ടുന്ന എനിക്ക് ഹാപ്പിയാണ്, ആ ഒരു രീതിയിൽ ജീവിക്കുന്നവരാണ്. അല്ലാതെ അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരാണ് ജന്മസംഖ്യ ഏഴെന്ന് പറയുക. ഓക്കെ, വേറൊരാളുടെ പേരിൻ്റെ കീഴിൽ എനിക്ക് ഉണ്ടാവണം അല്ലെങ്കിൽ ഞാൻ നേടണം അങ്ങനെ ചിന്ത വയ്ക്കണം ജന്മസംഖ്യ ഏഴിന് വരാറില്ല എന്നുള്ളതും ഒരു സവിശേഷ ഗുണമായിട്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റും. അതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നവരായാലും ഇവർക്ക് എന്താണ് ഒരു അനുകൂല അവസ്ഥയെ കാണാറുണ്ട്. ഇവർ കൂടുതൽ സ്പിരിച്വൽ ലെവലിലേക്കൊക്കെ കിടക്കുന്നവർ ഒരു സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ സ്വയമേ മനസ്സിലാക്കാനും ഞാനെന്ന ആരാണ് എന്നുള്ള ഒരു തിരിച്ചറിവിലേക്കൊക്കെ എത്താനുള്ള സഞ്ചാരത്തിലേക്കൊക്കെ കിടക്കുന്നവരായിട്ട് കാണാറുണ്ട്. ഒരു പ്രായം കഴിയുമ്പോൾ കൂടുതലായിട്ട് സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളിൽ ഡിപ്പെൻഡ് ചെയ്യാൻ പോകുന്നതായിട്ടൊക്കെ കാണാറുണ്ട്. വെച്ചാൽ കുറച്ചുകൂടി ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അടുക്കണം എന്ന ചിന്ത ഇവരിൽ ഉണ്ടാവുന്നതൊക്കെ ആയിട്ട് കാണാറുണ്ട് ഒരു പർട്ടിക്കുലർ ഏജ് കഴിയുമ്പോൾ തൊട്ട്. ഓക്കെ, അതിന് മുമ്പുള്ളവരും ഉണ്ടാവാം, പക്ഷെ അതിന് ശേഷം അങ്ങനെ കൂടുതലും ജന്മസംഖ്യ ഏഴുള്ളവർ അങ്ങനെ ആവുന്നത് കാണാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് പൊതുവായിട്ട് ജന്മസംഖ്യ ഏഴിൻ്റെ കാര്യങ്ങളെന്ന് പറയുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വിശദമായിട്ട് മറ്റുള്ള കുറച്ച് കാര്യങ്ങളും അതിൻ്റെ കുറച്ച് പരിഹാരങ്ങളും ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം മറ്റൊരു ദിവസം നമുക്ക് സംസാരിക്കാം കേട്ടോ. അപ്പം അടുത്ത ദിവസം നമുക്ക് കാണാം. അപ്പം ഇത്ര നേരം എന്നോടൊപ്പം ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം.